ടെക്കിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ റൈറ്റ് സൈഡിലെ ഷോർട്ട് കട്ട് എങ്ങനെ ആഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. വളരെ ഈസി ആയ മെത്തേഡാണ്. ഞാൻ ജസ്റ്റ് ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ പർച്ചേസ് എന്നുള്ളത് പർച്ചേസ് ആക്കി മാറ്റാൻ പോവുകയാണ്. അത് വളരെ ഈസിയാണ്. ജസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ മാർക്ക് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് ഷോർട്ട് കട്ട് ബട്ടൺ എന്നുള്ള ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ആരോ മാർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ക്ലിക്ക് ഓൺ ഷോർട്ട് കട്ട് ബട്ടൺ. നമുക്ക് ആദ്യം മാറ്റം വേണ്ട സ്ഥലം ഈ പർച്ചേസ് എന്നുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഞാൻ ഫസ്റ്റ് അത് ക്ലിക്ക് ചെയ്തു. ശേഷം നമുക്ക് ആരോ മാർക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഏത് ഓപ്ഷൻ നമുക്ക് വേണ്ടതെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് പർച്ചേസ് ആണ് അവിടെ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ട്രാൻസാക്ഷനിൽ പോയിട്ട് പർച്ചേസ് സെലക്ട് ചെയ്തു. ശേഷം നമുക്ക് എന്താണ് നമുക്ക് പേര്, ഇപ്പോൾ പർച്ചേസ് കാര്യം ജസ്റ്റ് പർച്ചേസിന് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ പർച്ചേസിന് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഞാൻ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് ക്ലോസ് ചെയ്യും. എന്നിട്ട് വീണ്ടും നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും. ഞാൻ അവിടെ ക്ലോസ് കൊടുക്കണം. അതിനുശേഷം സോഫ്റ്റ്വെയർ വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കാം. സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ജസ്റ്റ് പാസ്വേഡ് അടിച്ചു കൊടുത്തു. കണ്ടോ, നമ്മൾ കൊടുത്ത പർച്ചേസ് ഷോർട്ട് കട്ട് ഇവിടെ ആഡ് ആയിരിക്കുകയാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പർച്ചേസിന് ഇൻ്റെലിജൻ ഓട്ടോമാറ്റിക് പോവാം. പർച്ചേസ് എല്ലാം മാറി ഇവിടെ പർച്ചേസ് ആയിരിക്കുകയാണ്. ഇത് മെയിൻ റീസൺസ് ഇത് യൂസർ വൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏത് യൂസറിൽ കയറിയിട്ടായാലും നമുക്കത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷോർട്ട് കട്ട് ബട്ടൺസ് നമുക്ക് ഈ രീതിയിൽ വെച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. വളരെ ഈസി ആയൊരു മെത്തേഡാണ്. ഓക്കെ, താങ്ക് യു. ബില്ലിംഗ് സോഫ്റ്റ്വെയറുമായി സംബന്ധിച്ച ഡൗട്ട്സിനും എൻക്വയറിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തുടർന്നും ഞങ്ങളുടെ വീഡിയോ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.